ഹായ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഓമയ്ക്ക അച്ചാർ ഇട്ടാണ് കാണിക്കുന്നത്. അപ്പം ഓമയ്ക്ക പറിച്ചുകൊണ്ട് വന്ന് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ അരിയുന്ന അതേ വലിപ്പത്തിൽ അരിഞ്ഞ് ഇതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ ചെറുതായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇപ്പോൾ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചേക്കുന്ന ഓമയ്ക്ക ഇഡലിക്കൂട്ടകത്തിലോട്ട് ഇട്ട് ആവി കൊള്ളിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഇഡലിക്കൂട്ടകത്തിലാക്കിയിട്ടുണ്ട്. ഇത് ഒത്തിരി വെന്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് ആവി കയറ്റിയാകാവുള്ളേ. അപ്പോൾ ഞാനിവിടെ അച്ചാറിലേക്ക് ആവശ്യമായ ചേരുവകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അച്ചാർ പൊടിയാണ്. ഇനി അഥവാ അച്ചാർ പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവാപ്പൊടിയും കായവും ചേർക്കാവുന്നതാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അച്ചാറിലേക്ക്. 3 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അച്ചാറിലേക്ക് ആവശ്യമായ വിനാഗിരിയാണ്. ഇതാണ് അത്യാവശ്യ സാധനമാണ് വിനാഗിരി. കാരണം ഓമയ്ക്കായ്ക്ക് പുളി ഇല്ലാത്തതും കൊണ്ട് അച്ചാറിലേക്ക് നമുക്ക് വിനാഗിരി അത്യാവശ്യമാണ്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയുമേ. അപ്പോൾ ഓമയ്ക്ക അരിഞ്ഞത് വേണ്ട ആവി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് വാങ്ങി വെക്കാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഇനിയും കുറച്ചിട്ടിട്ട് ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, അത് മൂത്ത് വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യമായ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2.5 സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തു. രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പിലേക്ക് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓമയ്ക്ക ആവിയിൽ പുഴുങ്ങാൻ വെച്ചപ്പോൾ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. കുറച്ചിട്ട് കൊടുക്കാം അരപ്പിലേക്ക്. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓമയ്ക്ക പുഴുങ്ങി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഞാൻ പറയുവാണേ, ഒത്തിരി ഓമയ്ക്ക വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ ഈ അച്ചാർ ഒരു രുചി ഇല്ലാതായി പോകും. അപ്പം ഒന്ന് പുഴുങ്ങിയെടുക്കുകയേ ചെയ്യാവുള്ളൂ. കാരണം അറിയാമല്ലോ, ഓമയ്ക്കായൊക്കെ എളുപ്പം വേകുന്ന ഓമയ്ക്കയൊക്കെ. ഇതിന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് ഓഫാക്കി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പം എന്നുള്ളൊരു ഓമയ്ക്ക അച്ചാർ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് വാങ്ങാം.